ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീർത്ത പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു വീർത്ത പഴംപൊരിയുടെ റെസിപ്പി. അപ്പോൾ കഴിക്കാനാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ ഒന്നുകൂടി കുറച്ചും കൂടെ ബേക്കിംഗ് സോഡയൊക്കെ കൂടുതലായിരിക്കും, ആ ഒരു മണമൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ അതൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ല രീതിയിൽ കലങ്ങി വരണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു വലിയ 5 നേന്ത്രപ്പഴത്തിനുള്ള മാവാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ആദ്യം 250ൻ്റെ കപ്പിൽ 1 കപ്പ് ചേർത്ത് കൊടുത്തു. ഇനി 2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 250ൻ്റെ കപ്പിൽ 2 കപ്പ് മൈദ ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതേപോലെ ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ടീസ്പൂണല്ല, ഒരു സ്പൂണിൻ്റെ 1/4 ഭാഗത്തോളം നിറയുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 250ൻ്റെ കപ്പിൽ 1 കപ്പ് വെള്ളം ആദ്യം എടുക്കുന്നുണ്ട്. അതിന്ന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ, ഈ പൊടികളെല്ലാം കട്ടയില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂണിൻ്റെ 1/4 ഭാഗത്തോളാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. 250ൻ്റെ കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 250ൻ്റെ കപ്പിൽ മുഴുവനായിട്ട് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാമെന്ന് വെച്ചിട്ട് ആദ്യം ഒരു 1.5 സ്പൂണിൻ്റെ അടുത്ത് ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് 250ൻ്റെ കപ്പിൽ ഒരു കപ്പ് മുഴുവനായിട്ട് എടുത്ത വെള്ളത്തിൽ അതിൻ്റെ 1/4 ഭാഗം പോലും ചേർത്തിട്ടില്ല. അതിൽ നിന്ന് ഏകദേശം 2 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് 250ൻ്റെ 1 കപ്പ് വെള്ളവും പിന്നെ ഒരു 2 സ്പൂൺ വെള്ളവും കൂടി നമ്മൾ 2 കപ്പ് മൈദപ്പൊടിക്ക് ചേർത്താൽ മതി. ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കപ്പിൽ ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/4 ഭാഗത്തോളം പോലും ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഒരു വലിയ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ഈ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മാവും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പഴങ്ങൾ നമ്മൾ മുറിച്ച് വെച്ച പഴം മാവിൽ മുക്കി കൊടുത്തിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ മുക്കി കൊടുക്കുക കേട്ടോ. അതേപോലെ എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സൈഡ് നല്ല പോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു നല്ല ഗോൾഡൻ കളറാകുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ല പോലെ പൊരിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെക്കണമെന്നേ ഉള്ളൂ. അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.